ജീവിതത്തിൽ ചെറിയ ചെറിയ ചുവടുവെപ്പുകളിൽ സന്തോഷിക്കുന്നവരാണോ നിങ്ങൾ? ഈ അടുത്തിടെ ഞാൻ ഒരാളോട് സംസാരിച്ച സമയത്താണ് അദ്ദേഹം എന്നോട് പറയുന്നത്, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. നമുക്ക് ഈ മനസ്സിനകത്ത് ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മനസ്സിനകത്ത് രണ്ട് ലാഡറുകൾ, വലിയ ഒരു ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ലാഡറുകൾ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാം. അതിലൊന്നിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും മറ്റൊന്നിൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് വളരെ അകലത്തിൽ മറ്റൊരു സ്റ്റെപ്പുകളുമുള്ള ഒരു ലാഡർ നമ്മൾ മനസ്സിനകത്ത് ഇമാജിൻ ചെയ്യുക. ഏതായിരിക്കും ഉയരത്തിലെത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്? തീർച്ചയായും ചെറിയ ചെറിയ ചുവടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളുള്ള ലാഡറാണ് നമ്മളെ ഏറ്റവും കോൺഫിഡൻസോടെ മുകളിലെത്താൻ സഹായിക്കുന്നത്. അതുപോലെയാണ് ജീവിതത്തിൽ നമ്മളെ ഓരോ കാര്യങ്ങൾക്കെടുക്കുന്ന ചെറിയ ചെറിയ ചുവടുവെപ്പുകളും ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്രോത്തുകളൊക്കെ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ഗ്രോത്തുകൾക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് വരാൻ പറ്റും. നമുക്കതിൽ തന്നെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് മുൻപോട്ടുള്ള ഗ്രോത്ത് വരാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ചെറിയ ചെറിയ ചുവടുവെപ്പുകൾ സഹായിക്കും. പിന്നീട് നമുക്ക് നമ്മൾ ആ പ്രസൻറ്റിലുള്ള കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകാൻ നമ്മളെ ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിന് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു വലിയൊരു ടാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗോളാണെങ്കിലും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും എളുപ്പം. നമുക്കറിയാം, അതൊരു വലിയൊരു ടാസ്ക് ആണെങ്കിൽ അതിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് വിഭജിച്ച് ചെയ്യുമ്പോൾ അത് ഈസി ആയിരിക്കും നമുക്ക് കുറച്ച്. ഈ അടുത്തിടെ ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, എൻ്റെ ആ സാരി സെല്ലിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, പ്രീത വീഡിയോ ചെയ്തതിന് ശേഷം എത്ര സാരിയാണ് സെല്ലായതെന്ന് ചോദിച്ചു. എൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ പറ്റിയാണ് ചോദിച്ചത്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു സാരി സെല്ലായെന്ന് പറഞ്ഞു. അപ്പം ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഈ സുഹൃത്ത് എന്നോട് ചോദിക്കുന്നത്, അപ്പം ഒരു സാരിയെ സെല്ലായുള്ളൂ, ഒരു പ്രീതി ഒരു 6 സാരി ഇട്ടാൽ ഒരു 4 സെല്ലാണ്ടേന്ന് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുതിയ ചുവട് മുൻപോട്ട് വെച്ച സമയത്ത് ആ ഒരു വീഡിയോ ആദ്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സാരി സെല്ലായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചുവടുവെപ്പാണ്. ഞാൻ ആ ചെറിയ ചുവടുവെപ്പിൽ സന്തോഷിക്കുന്നു. വേറൊരു ഉദാഹരണമായിട്ട് പറയുവാണ്, ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് തുടങ്ങുന്ന സമയത്ത് അതിന് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമോ ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ കുട്ടികൾ നിർബന്ധിക്കുന്നതിന് പകരം വീഡിയോ ഇടണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇടും. അപ്പം ഓരോ സമയം ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു 50 ആയി, പിന്നെ 100 ആയി. പിന്നെ അതിലെനിക്ക് നല്ല താല്പര്യം ചെയ്തു തുടങ്ങിയപ്പോൾ, കൺസിസ്റ്റൻ്റായി ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പം അതിൽ 100 ആകുമ്പോൾ ഞാൻ മനസ്സിലത് ഭയങ്കരമായിട്ട് സന്തോഷിക്കും, 200 ആകുമ്പോൾ സന്തോഷിക്കും. അപ്പം ഈ അടുത്തിടെ 500 ആയി, അപ്പോഴും ഞാൻ അതിൻ്റെ ഓരോ ചുവടുവെപ്പുകളിലും സന്തോഷിക്കും. അപ്പം ഞാൻ ചിന്തിക്കുക, ഒരു അത്രയും ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിൽ പോലും അതിന് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ എടുക്കുന്ന എഫേർട്ടിന്, അല്ലെങ്കിൽ ഞാനത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ ഒരു ചുവട് മുൻപോട്ട് പോകുന്നുണ്ടല്ലോ, പുറകോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതൊരു ചെറിയ സംഭവം പോലും ഒരുപാട് ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ് എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ. ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങളിൽ മാത്രം, വലിയ വലിയ ചുവടുവെപ്പുകളിൽ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. ചെറിയ ചെറിയ ചുവടുവെപ്പുകളിലും ഗ്രോത്തുകളിലും ഒക്കെ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ളവരായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാകും. അപ്പം നിങ്ങൾ വലിയ ചുവടുവെപ്പുകളിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും, നമ്മൾ ചെയ്യുന്ന ടാസ്കുകളാകട്ടെ, നമ്മൾ ഏറ്റെടുക്കുന്ന തുടങ്ങി വെക്കുന്ന സംരംഭങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തീർക്കുന്ന ജോലികൾ എന്തുമാകട്ടെ, അതിനെ ചെറിയ ചെറിയ ചുവടുകളിലാക്കി സ്ലോ ആണെങ്കിലും മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റിൽ അല്പം താമസിച്ചാലും എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു.